എൻ്റെ പേര് ദേവസ്യ ഗുരുക്കൾ എന്നാണ്. പൈസിക്കരിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അയ്യൻകാനാൽ ഗുരു പാരമ്പര്യ കളരി മർമ്മ വൈദ്യ എന്നാണ്. 35 കൊല്ലത്തിലധികമായി ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു വരുന്നു. ഞാൻ വടകരയുള്ള കളരിയിൽ നിന്നാണ്. 21 വർഷക്കാലത്തോളം ഞാൻ ഒരു ഗുരുക്കളുടെ കീഴിൽ ചികിത്സാ വിധികൾ പഠിച്ചതാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് കളരി മർമ്മ ചികിത്സ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സെന്ററുകൾ പൈസക്കരിയിലും ഉണ്ട്. അതുപോലെ തന്നെ ചെമ്പേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം ആണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ചികിത്സാ വിധി എന്ന് പറയുന്നത് മൈഗ്രീന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടികൊഴിച്ചില്, മുടി പിളർക്കുക, താരൻ, സ്കിന്നേലൊക്കെ ബാധിച്ച്, തലമുടിയേലും തലയോട്ടിയേലും സ്കിന്നേലൊക്കെ ബാധിച്ച് വളരെ അസ്വസ്ഥതയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ താരനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചെവിയിലൂടെ പഴുപ്പ് വരിക, മൂക്കിലൂടെ പഴുപ്പ് വരിക, അങ്ങനെ ചെയ്യുന്ന കഫം വരുന്ന ആ ട്രീറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോൺസിലിന് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മർമ്മ ചികിത്സയിൽ ചെയ്യുന്നത് നട്ടെല്ലുകൾക്കുണ്ടാകുന്ന കേടുപാട്, അതുപോലെ തന്നെ മറ്റ് ജോയിന്റ്സുകൾക്കുണ്ടാകുന്ന സ്ഥാനപ്രമിശം, മറ്റ് അതിനുണ്ടാകുന്ന തകരാറുകൾക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഡിസ്ക് ഡ്രൈ ആകുക, ഡിസ്ക് പൊട്ടുക, ഡിസ്ക് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ബൾജ് ചെയ്തിട്ട് നെർവസിന് കംപ്രഷൻ ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അലൈൻമെന്റ് ഫുള്ളായിട്ട് തെറ്റിപ്പോയിട്ട് കശേരുക്കൾക്ക് സ്ഥാനപ്രംശം സംഭവിച്ച് ഡിസ്ക് ബൾജ് ചെയ്ത 1000-ലധികം കേസുകൾ നമ്മൾ സാധാരണ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടുകളുടെ തേയ്മാനം, പടവ് മറിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ ഷോൾഡറിന് ഈ വോളിബോൾ പ്ലേയേഴ്സ്, ടെന്നീസ് പ്ലേയേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ഈ എൽബോയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ, ഷോൾഡർ ഇറങ്ങിപ്പോയിട്ട് സ്ഥാനപ്രംശം സംഭവിച്ചിട്ടുള്ള അലൈൻമെന്റിന് തകരാറുകൾ പറ്റിയ കേസുകൾ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഡിപ്പിഴകൾ, മർമ്മക്ഷതങ്ങൾ, എവിടെയെങ്കിലും വീഴുകയോ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് മർമ്മക്ഷതങ്ങൾ സംഭവിച്ചിട്ട് അത് പരിഹരിക്കാൻ ആധുനിക ശാസ്ത്ര വിധിപ്രകാരം അത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നെട്ടലിന്റെ തന്നെ സർജറി മാത്രമേ ലാസ്റ്റ് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞ കേസുകൾ നിരവധി, എൻ്റെ മൊത്തം ജീവിതത്തിലെടുത്ത് ഞാൻ ആയിരക്കണക്കിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സർജറി കൂടാതെ മർമ്മ ചികിത്സയിലൂടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനം നടത്തുന്ന പുരോഹിതര്, അതുപോലെ സന്യസ്തരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവത്തിന്റെ കൃപയാൽ അവർക്കൊക്കെ നല്ല പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നേടുവാനും അവർക്ക് അവരുടെ ജീവിതം പഴയയിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. നേഴ്സുമാര് എൻ്റെ ഇരിക്കല് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ, സ്വദേശത്ത് വരുമ്പോൾ എൻ്റെ ഇരിക്ക് വന്നിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടിയ പേഷ്യൻസിനെ ഒറ്റയ്ക്ക് പൊന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അലൈൻമെന്റിനുണ്ടാകുന്ന സ്ഥാനപ്രംശമാണ്. അതുപോലെ തന്നെ അത് മർമ്മക്ഷതത്തിലേക്ക് അത് മാറാറുണ്ട്. ചില കാര്യങ്ങൾ അത് ഊരക്ഷതം എന്നാണ് നമ്മൾ പറയുക. നമുക്ക് എടുക്കാൻ പറ്റാത്ത ലോഡ് നമ്മൾ ഒരു വശത്ത് നിന്നിട്ട് ഒരു